ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോകാം. മീൻസ് വെറൈറ്റി ആയിട്ട് കട്ട് ചെയ്തിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ബെൽ ബട്ടൺ ഓൾ അമർത്തണം. എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. കമോൺ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ മൈദപ്പൊടി ഇടാം. ഗോതമ്പ് ആകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്, നമുക്കിടാം. ഇത് നിങ്ങൾക്ക് മാവ് എത്ര വേണോ അതിനനുസരിച്ചാണ് ഇത് ഇടേണ്ടത്. ഓക്കെ, നമ്മളിത് മുഴുവൻ ഇടുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇടാൻ പോകുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്തിനാണ് ഇടുന്നത് വെച്ചാൽ കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. നമുക്ക് മുഴുവൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കുറച്ച് കളറിന് ഒരു നുള്ള് മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കളറ് വേണമെങ്കിൽ ഇട്ടാൽ മതി, അത് ഓപ്ഷണലാണ്. ഇനി നമ്മൾ പഞ്ചസാരയാണ് ഇടാൻ പോണത്. പഞ്ചസാര 2-3 ടേബിൾ സ്പൂൺ, മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഓക്കെ, അത്ര മതി. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ്, ഒരു നുള്ളുപ്പ് മതി. മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോഡ പൊടി ഇടാം, അഥവാ അപ്പക്കാരം എന്നും പറയും. ഇത്തിരി മതി, കൂടുതലാവരുത്, ഇത്തിരി. ഇനി ഇത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മുഴുവൻ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി നേരം മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ പരുവാകുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ പരുവാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ ഈ ഒരു പരുവത്തിലാവുമ്പോൾ, ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പാകം. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലായിട്ട് കടക്കാം. ഇനി നമുക്ക് ഇത് 2 സൈഡ് മുറിക്കാം. നമുക്കിതാ ഇതിൻ്റെ തൊലിയൊക്കെ അങ്ങനെ പോക്കാം.
ഇനി നമുക്കിത് ഞാൻ ഓൾറെഡി 2 പഴ മുറിച്ചിട്ടിട്ടുണ്ട്. 3 പഴമാണ് നമ്മൾ ടോട്ടലി എടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് വെറൈറ്റി ആയിട്ട് പഴംപൊരി ഉണ്ടാക്കാന്ന്. ഞാൻ വട്ടത്തിൽ മുറിച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ നടുവിൽ ഇങ്ങനെ മുറിച്ചിട്ടാണ് ആക്കാറ്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് വട്ടത്തിൽ മുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ 3 പഴവും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. ഓക്കെ, ഇതിലത്തെ ഈ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാവും. അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലോട്ട് കുറച്ച് കൂടുതൽ ഒഴിക്കാം, കാരണം പഴംപൊരിയല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഇത്ര ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച പഴം ഇതിലോട്ട് ഇടാം. എന്നിട്ട് ഇത് കുറച്ചിങ്ങനെ മുക്കിയിട്ട് നമുക്ക് പഴം എടുക്കാം. കുറച്ച് മാവും അതിൻ്റെ കൂടെ എടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ കുറച്ച് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചിങ്ങനെ തിരിച്ചൊക്കെ ഇടുക. കണ്ടില്ലേ? ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇങ്ങനെ കുറച്ച് ബ്രൗണിഷ് കളർ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കാം. ഓക്കെ, എണ്ണ പോയി. ഓക്കെ, നമുക്കിങ്ങനെ ഊറ്റി കൊടുക്കാം. എണ്ണ മുഴുവൻ പോക്കാം. നമുക്ക് ഈ ഒരു കാസറോളിലോട്ട് ഇട്ടെടുക്കാം. ഓക്കെ, ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ചൂട് കണ്ടില്ലേ? നല്ല വട്ടത്തിലുള്ളതാണ്. കണ്ടോ? ഇത് നമുക്ക് ഈവനിങ്ങിൽ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാം. കണ്ടില്ലേ? നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് വെറൈറ്റി ആയിട്ട് മുറിച്ചതാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ബൈ.